everyone, welcome back to Asylum Learning. It's me, Jamshad. ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശാകുന്തളം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ കിങ് ദുഷ്യന്തന്റെയോ അല്ലെങ്കിൽ ശകുന്തളയുടെയോ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വേറെ ഏത് ചാപ്റ്ററിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഒരു 6 പോയിന്റ്സ് നിങ്ങൾ സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ സ്കെച്ചും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും SSLC പ്രാവശ്യം എഴുതുന്ന അവർക്കൊക്കെ ഇതിന്റെ വീഡിയോസ് അയച്ചു കൊടുക്കുക. അവരും പഠിക്കട്ടെ, സെറ്റ് ആവട്ടെ, പവർ ആവട്ടെ, പവർഫുൾ ആവട്ടെ. നമ്മുടെ ദുഷ്യന്തന്റെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയുണ്ടാവും, എങ്ങനെ ക്വസ്റ്റ്യൻ വരരുത്, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ എത്ര മാർക്കിനാ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 5 മാർക്കിനായിരിക്കും ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവുക. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിങ് ദുഷ്യന്ത ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ശാകുന്തളം ആക്ട് 1. ശാകുന്തളം വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആ ഒരു കിങ് ദുഷ്യന്ത ഉണ്ടല്ലോ, ആ കിങ് ദുഷ്യന്തയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗൈസ്? അത് മാത്രമല്ല, ഏത് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഈ 6 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ സ്കെച്ച് കണ്ടാൽ നിങ്ങൾ എന്താക്കരുത്, കിളി പാറരുത്. ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി പോവാണ് ഈ ഒരു 6 പോയിന്റുകൾ. ആദ്യത്തെ 3 പോയിന്റ് പഠിച്ചോ. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെ? എക്സാമ്പിൾ ഇവിടെ കൊടുക്കാം. ബിഗിൻ ബൈ മെൻഷനിങ് ദ നെയിം ഓഫ് ദ ക്യാരക്ടറിന്റെ നെയിം എന്താ? കിങ് ദുഷ്യന്ത. പേര് മെൻഷൻ ചെയ്യുക. ആൻഡ് ദ വർക്ക്, അദ്ദേഹം എന്താണ് ഈ സ്റ്റോറിയില്, പ്ലേയില്, അല്ലെങ്കിൽ ഒരു കവിതയില് ചിലപ്പോൾ ക്യാരക്ടേഴ്സ് ചോദിക്കാം. ഏതാണെങ്കിലും എങ്ങനെയാണ് അത് അവരെ പിന്നെ ഇതിൽ എക്സ്പ്രസ് ആവുന്നത്, അപ്പിയർ ആവുന്നത്, രൂപപ്പെടുന്നത്, ആരായിട്ടാണ്, എന്താണ് അദ്ദേഹം ചെയ്യുന്നത്. ബ്രീഫ്ലി സേ ഹൂ ദേ ആർ, ആരാണ് മെയിൻ ക്യാരക്ടർ, ആരാണ്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് റോള്. നമുക്ക് ദുഷ്യന്തനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറ്റി എഴുതാതിരിക്കാൻ പറ്റില്ല? ശകുന്തളയെ പറ്റി എഴുതാതിരിക്കാൻ പറ്റില്ല. അതുപോലെ അതിന്റെ കൂടെയുള്ള സപ്പോർട്ടിംഗ് റോളിലുള്ള ആൾക്കാരെ പറ്റി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇനി ഫിസിക്കൽ അപ്പിയറൻസ്, ലുക്ക് ലൈക്ക് എങ്ങനെയാണ് എന്ന് പറയാൻ കൊടുക്കാം. ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് അപ്പിയറൻസ്, ലുക്ക്, ഡ്രസ്സ്, അതുപോലെ തന്നെ എക്സ്പ്രഷൻ, അദ്ദേഹം ഇടുന്ന എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഡോണ്ട് വറി. ഓക്കെ. ആൻഡ് തേർഡ് വൺ, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. ഡിസ്ക്രൈബ് ദ മെയിൻ ക്വാളിറ്റീസ് ഓഫ് ദ ക്യാരക്ടർ സച്ച് ആസ് ബ്രേവറി, ഭയങ്കര ധൈര്യശാലിയാണ്, ഭയങ്കര ഓണസ്റ്റി ആണ്, ഭയങ്കര കൈൻഡ് പേഴ്സൺ ആണ്, ക്ലെവർനെസ്, ഭയങ്കര ബുദ്ധിമാനാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തും. ഇതിപ്പോ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അത് ഭയങ്കര ആംഗ്രി ആണ്, ഭയങ്കര റൂഡാണ്, ഭയങ്കര ക്രൂവലാണ് എന്നൊക്കെ നമുക്ക് എന്താക്കാം, ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. സപ്പോർട്ട് ഈച്ച് ക്വാളിറ്റി വിത്ത് ദ ഇൻസിഡൻസ് ഓർ ആക്ഷൻ ഫ്രം ദ ടെക്സ്റ്റ്. നമ്മളിപ്പോ ഭയങ്കര കൈൻഡ്നെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈൻഡ്നെസ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൂടി അവിടെ എന്താക്കുക, മെൻഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഏതാണോ അവന്റെ ഇമോഷൻ അല്ലെങ്കിൽ അവന്റെ ക്വാളിറ്റി, അത് വരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൂടി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് കളിക്കുക, സെറ്റാക്കുക, പവറാക്കുക, പവർഫുൾ ആക്കുക. ആൻഡ് ബാക്കി 3 പോയിന്റ്സ് ഇതാ പിടിച്ചോ. ബിഹേവിയർ ടുവാർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള അവന്റെ പെരുമാറ്റം. മെയിൻ ആയിട്ട് ക്യാരക്ടർ സ്കെച്ച് ആണല്ലോ, ക്യാരക്ടർ ആണല്ലോ നമ്മൾ പറയേണ്ടത്. അതിൽ ഇങ്ങനത്തെ കാര്യം ജസ്റ്റ് ഉറപ്പായിട്ടും പറഞ്ഞു വിടുക. എക്സ്പ്ലെയിൻ ഹൗ ദ ക്യാരക്ടർ ബിഹേവ്സ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്. ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണോ, മറ്റുള്ള കെയർ ചെയ്യുന്നുണ്ടോ, റെസ്പെക്ട്ഫുൾ ആണോ, റൂഡാണോ, ദേഷ്യമാണോ, റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ഒക്കെ നമുക്ക് എന്താക്കാൻ അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഈ ഒരു ക്വാളിറ്റീസും സെയിം ആയിരിക്കും, എന്നാലും ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു സംഭവം മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. ആൻഡ് റോൾ ഇൻ ദ സ്റ്റോറി, ആ സ്റ്റോറിയിൽ ആരാണ് ഇദ്ദേഹം, അതാരാണ്, ഹീറോ ആണോ, ഹെൽപ്പർ ആണോ, വില്ലൻ ആണോ, മെയിൻ ഇൻഫ്ലുവൻസർ ആണോ, തുടങ്ങിയിട്ട് എന്താണ് റോള് എന്നുള്ളതും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റണം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കാം. ആൻഡ് വിത്ത് എ ഷോർട്ട് സമ്മറി ഓഫ് വാട്ട് മേക്സ് എ ക്യാരക്ടർ സ്പെഷ്യൽ ആൻഡ് മെമ്മറബിൾ. ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിൽ എന്തുകൊണ്ടാണ് മെമ്മറബിൾ ആവുന്നത്, എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ എന്താണ് ക്യാരക്ടറിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ മെൻഷൻ വാട്ട് ലെസൺ ഓർ ഇംപ്രഷൻ ദ റീഡർ ഗെറ്റ്സ് ഫ്രം ദ ക്യാരക്ടർ. ഈ ക്യാരക്ടറിൽ നിന്ന് എന്തൊരു ഇംപ്രഷൻ ആണ്, ഈ ക്യാരക്ടറിനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താവണം, ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ആവരുത്, അങ്ങനെയുള്ള ആ ഒരു ലെസൺ ഉണ്ടാവല്ലോ, അതും കൂടി മെൻഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ യു ഗൈസ് ആർ ഗോയിങ് ടു ഗെറ്റ് 5 മാർക്സ് ഇൻ യുവർ അപ്കമിങ് SSLC എക്സാമിനേഷൻ ഓർ ക്രിസ്മസ് എക്സാമിനേഷൻ. ഏത് എക്സാമിനേഷൻ എടുത്താലും ക്യാരക്ടർ സ്കെച്ച് അവിടെ ഉണ്ടായിരിക്കും. സപ്പോസ് അതിന്റെ ഒരു ആൻസർ നമ്മൾ പറയാൻ പോവാണ്. ഇത് നമ്മുടെ കിങ് ദുഷ്യന്തന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. സെറ്റാക്കുക, ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി നമ്മുടെ അസ്ത്ര ബാച്ചിന് 30% ഓഫർ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പോകുന്നുണ്ട്. If you guys are willing to join Astra batch, Astra 3.0, just call
995 400 നമ്പറും ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുണ്ട്. 30% ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പെർ ഇയർ ആണ്. മീൻസ് ആക്ച്വലി നമ്മുടെ ഈ ഒരു SSLC കഴിയുന്നത് വരെയുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. 995 400 800. ദാ പിടിച്ചോ, കിങ് ദുഷ്യന്ത ഹെഡിങ് അങ്ങ് എഴുതി കൊടുക്കുക. എന്നിട്ട് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. 6 ഇൻസ്ട്രക്ഷൻസും ഇതിന്റെ ടിപ്സും നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം. കിങ് ദുഷ്യന്ത, ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ കാളിദാസ് ശാകുന്തളം. ചാപ്റ്ററിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം തന്നെ പറഞ്ഞു. ഓതറുടെ പേരും പറഞ്ഞു. ഈസ് എ ബ്രേവ്, ഭയങ്കര ധൈര്യശാലിയാണ്. ക്യാരക്ടർ സ്കെച്ച് ആണ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസും ഡീറ്റെയിൽസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്. നോബിൾ ആണ് ആൻഡ് കമ്പാഷനേറ്റ് റൂളർ ആണ്. നല്ലൊരു ഭരണാധികാരിയാണ്. എങ്ങനെ കമ്പാഷൻ, മറ്റുള്ളൊരു അനുകമ്പയുള്ള ആളാണ് അല്ലെ. ആൻഡ് ഹി ഷോസ് ഹിസ് കറേജ് ആൻഡ് സ്കിൽ ഡ്യൂറിങ് ദ ഹണ്ട്. അദ്ദേഹം ഹണ്ട് ചെയ്യുന്ന സമയത്ത്, ഗണ്ണല്ല അമ്പല്ലേ, അമ്പ് ചെയ്യുന്ന സമയത്ത്, ഹണ്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ധൈര്യവും കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ധൈര്യം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ബട്ട് വെൻ ഹി ലേൺസ് ദാറ്റ് ദ ഡീർ ബിലോങ്സ് ടു ഹെർമിറ്റേജ്, ആശ്രമത്തിലെ ഡീറാണ്, മാനാണെന്ന് അറിഞ്ഞപ്പോ ഹി ഇമ്മീഡിയറ്റ്ലി പുട്സ് ഡൗൺ ഹിസ് വെപ്പൺ, തന്റെ വെപ്പൺ എന്താക്കുന്നു, നിലത്ത് വെക്കുന്നു. വിച്ച് മീൻസ് അത് യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഷോയിങ് ഹിസ് കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്ട് ഫോർ ലൈഫ്, ജീവനോടുള്ള ഒരു റെസ്പെക്ട്, അതുപോലെ തന്നെ ഹെർമിറ്റേജിനോടുള്ള ഒരു റെസ്പെക്ട്, ഹെർമിറ്റ്സിനോടുള്ള ആ ഒരു റെസ്പെക്ട് അവൻ കാണിക്കുന്നുണ്ട്. അദ്ദേഹം അതിനോടുള്ള ഒരു കൈൻഡ്നെസ്, ദയം കാണിക്കുന്നുണ്ട്. ഹി ട്രീറ്റ്സ് ദ ഹെർമിറ്റ്സ് വിത്ത് എ ഗ്രേറ്റ് റെസ്പെക്ട്, അവിടെയുള്ള ആശ്രമത്തിലുള്ള ആൾക്കാരെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ആൻഡ് പ്രൂവിങ് ദാറ്റ് ഹി വാല്യൂസ് ഗുഡ്നെസ് മോർ ദാൻ പ്രൈഡ്. അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അവന്റെ മറ്റേ സിഗ്മ മെയിലാണെങ്കിൽ അവൻ എന്താക്കണയോ, പോവാൻ പറ, ഞാൻ രാജാവാണ്, റെഡിഷ് അമ്പ ഇത് തീരുമാനാക്കാമായിരുന്നു. പക്ഷെ അവൻ നല്ല പ്രൈഡിനെക്കാട്ടിലും അഭിമാനത്തിനെക്കാട്ടിലും അവന് വാല്യൂസിനാണ് എന്താക്കുന്നത്, ഗുഡ്നെസ് കൊടുക്കുന്നത്, നന്മ നൽകുന്നത്. അവന് വാല്യൂസ് ആണ്, മൂല്യങ്ങളെയാണ് അവൻ എന്താക്കുന്നത്, താല്പര്യപ്പെടുക്കുന്നത്. ആൻഡ് Dushyanta's gentle and sensitive nature is revealed when he visits hermitage. അദ്ദേഹം ആശ്രമം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭയങ്കര പാവമായിട്ടുള്ള, ജെന്റിൽ, ആ സെൻസിറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ ആൻഡ് admires the beauty and innocence of ശകുന്തള. ശകുന്തളയുടെ ആ ഒരു ഭംഗി എന്താക്കുന്നുണ്ട്, ആ ബ്യൂട്ടി അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് റിഫ്ലക്ട് നോട്ട് ഓൺ, വേണമെങ്കിൽ രാജാ പറയാം ഈ ശകുന്തളയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ, രാജാവല്ലേ. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല, അവളോട് ഭയങ്കര റെസ്പെക്ട് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് റിഫ്ലക്ട് നോട്ട് ഓൺലി ഇൻ ഹിസ് റോയൽ ഡിഗ്നിറ്റി ബട്ട് ഓൾസോ ഇൻ ഹിസ് വാം ഹ്യൂമൻ ഹാർട്ട്. അദ്ദേഹത്തിന്റെ റോയൽ ഡിഗ്നിറ്റി, അതായത് രാജാധികാരത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും കാണിക്കുന്നത്. അത് മാത്രമല്ല, പക്ഷെ മറ്റുള്ളവരോടുള്ള ഹ്യൂമൻ ഹാർട്സിനോടും മറ്റുള്ള മനുഷ്യരോടും അദ്ദേഹം എന്താക്കുന്നുണ്ട്, ഭയങ്കര റെസ്പെക്റ്റും ആ ഒരു ലോയൽറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. ഹി ഈസ് ആൻ ഐഡിയൽ കിങ്. ആ കൺക്ലൂഷനിലേക്ക് വരികയാണെ, അദ്ദേഹം ഒരു മാതൃകാപരമായിട്ടുള്ള രാജാവാണ്. ഹു കമ്പൈൻസ് ബ്രേവറി, രണ്ടും കൂടി ഇതിനാണ് കമ്പൈൻ രണ്ടും കൂടി ഒരുമിച്ചുകൂടി. എന്തൊക്കെ, ധൈര്യമുണ്ട്, ബ്രേവറി ഉണ്ട്, വിത്ത് കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള അനുകമ്പയുണ്ട് അല്ലെ, മറ്റുള്ളവരോട് സ്നേഹമുണ്ട്. ആൻഡ് സ്ട്രെങ്ത്, അദ്ദേഹത്തിന് നല്ല സ്ട്രെങ്ത് ഉണ്ട്. വിത്ത് കൈൻഡ്നെസ്, നല്ല ദയയുമുണ്ട്. ആൻഡ് മേക്കിംഗ് ഹിം ബോത്ത് എ ട്രൂ റൂളർ, യഥാർത്ഥ ഒരു ഭരണാധികാരിയുമാണ്. ആൻഡ് എ നോബിൾ മാൻ, നല്ലൊരു മാന്യന് കൂടിയാണ് അല്ലെ, നല്ലൊരു പവിത്രൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനും കൂടിയാണ് അദ്ദേഹം എന്ന് ആ ഒരു കൺക്ലൂഷനിൽ പറയാണ്. സോ ഇതുപോലെ ശാകുന്തളത്തുനിന്ന് മാത്രമല്ല, വേറെ ഏത് ചാപ്റ്റർ നിന്നാണെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഗ്രാമറിൽ തന്നെ ഏത് പാർട്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ചാപ്റ്ററിൽ നിന്ന് ഏത് ഡിസ്കോഴ്സ് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടോ. കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ കണ്ടതാണ് ശാകുന്തളത്തിൽ നിന്ന് ഡിസ്കോഴ്സുകൾ തരൂ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത് എന്നുള്ളതും ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, യൂസ്ഫുൾ ആണോ എന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇറ്റ്സ് മീ ജംഷാദ്, നിങ്ങൾക്ക് JD എന്ന് വിളിക്കാം. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ആ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. This gonna be a great thing you guys are going to do. Let's see in another video with another session. Until then, bye. Thank you. Love you all. Bye bye.